വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കളം നിറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പരസ്യ പ്രചാരണത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. വൈകിട്ട് 6 മണിവരെയാണ് പരസ്യ പ്രചാരണത്തിന്റെ സമയം. ഡിസംബർ 9 നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലാണ് പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുന്നത്. റിപ്പോർട്ടിലേക്കാണ് ആദ്യം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ മാലിന്യമുക്ത കേരളം വരെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞാണ് LDF പ്രചാരണം കൊഴുപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം സർക്കാരിന്റെ കെടുകാര്യസ്ഥത തുറന്നു കാട്ടിയാണ് UDFും NDAയും ജനങ്ങളെ സമീപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവസാന ലാപ്പിൽ UDFിനെ പ്രതിരോധത്തിലാക്കിയെങ്കിലും കടുത്ത നടപടിയിലൂടെ ഇതിനെ മറികടക്കാനായെന്നാണ് മുന്നണിയുടെയും കോൺഗ്രസിന്റെയും വിലയിരുത്തൽ. കൊട്ടിക്കലാശം സമാധാനപരമായിരിക്കണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശം. പൊതുജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുള്ള സമാപന പരിപാടികൾ പാടില്ല. പരസ്യ പ്രചാരണത്തിന്റെ സമാപനത്തിനുണ്ടാകുന്ന തർക്കങ്ങളും വെല്ലുവിളികളും ശബ്ദ നിയന്ത്രണമില്ലാതെയുള്ള അനൗൺസ്മെന്റുകളും പ്രചാരണ ഗാനങ്ങൾ ഉച്ചത്തിൽ കേൾപ്പിച്ച് മത്സരിക്കുന്ന പ്രവണതയും കർശനമായി നിയന്ത്രിക്കാൻ കളക്ടർമാർക്കും പോലീസിനും നിർദ്ദേശം നൽകി. പരസ്യ പ്രചാരണത്തിന്റെ സമാപനത്തിനും മാതൃകാ പെരുമാറ്റച്ചട്ടവും ഹരിതചട്ടവും പാലിക്കുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പുവരുത്തണം. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പരസ്യ പ്രചാരണം ഡിസംബർ 9 വൈകിട്ട് 6 സമാപിക്കും. ഈ ജില്ലകളിൽ ഡിസംബർ 11 വോട്ടെടുപ്പ്. ഡിസംബർ 13 വോട്ടെണ്ണലും നടക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.